റിപ്പോർട്ടർ ബ്രേക്കിംഗ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നിയമനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത മൂർച്ഛിക്കുന്നു. ബിനു ചുള്ളിയിലിനെ പരിഗണിക്കരുതെന്ന് ഐ ഗ്രൂപ്പ് നിലപാടെടുത്തു. ബിനുവിനെ അധ്യക്ഷനായി നിയമിച്ചാൽ കൂട്ടമായി രാജിവെക്കുമെന്നാണ് സംസ്ഥാന ഭാരവാഹികളുടെ മുന്നറിയിപ്പ്. അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി ലഭിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുട്ടത്തിലിന് തൊട്ടു പിന്നിലെത്തിയ അബിൻ വർക്കിയെ തഴയുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മറുപടിയുണ്ടോ? ബിനു ചുള്ളിയിലിനായിട്ടുള്ള വാദം അത് നേതാക്കളിൽ നിന്ന് വരുമ്പോൾ അണികളിലേക്ക്, നിലവിലെ ഭാരവാഹികളിലേക്ക് അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? അവരുടെ പ്രതികരണം എങ്ങനെയാണ്? സുജയ പാർവതി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 1 മാസത്തിലേറെയായി. എന്നിട്ടും സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലവട്ടം നടത്തിയപ്പോഴും ഗ്രൂപ്പുകൾ പിടിമുറുക്കിയതോടെ വലിയ പിടിവാശിയുമായി നിലപാടെടുത്ത സാഹചര്യത്തിലാണ് ചർച്ചകൾ വഴിമുട്ടിയതെന്ന് ദേശീയ നേതൃത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രാഥമികമായി പരിഗണിക്കുന്നവരുടെ പട്ടികയിലേക്ക് ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിയിലുണ്ട്, KM അഭിജിത്ത് അടക്കമുണ്ട്. ഇവരെ രണ്ടുപേരെയും പരിഗണിക്കരുതെന്ന നിർദ്ദേശം നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ ചില ഭാരവാഹികൾ ഉയർത്തുന്നു. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇവരൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവരെ എങ്ങനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാൻ കഴിയും എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, രണ്ടാമതെത്തിയത് അത് അബിൻ വർക്കിയാണ്. അബിൻ വർക്കിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറി സംഘടനയിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ്. യൂത്ത് കോൺഗ്രസ് ഐ വിഭാഗം കൊച്ചിയിലടക്കം യോഗം ചേർന്നതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ 3 സംസ്ഥാന സെക്രട്ടറിമാർ TM മനേഷ്, ഷഹനാസ് സലാം, MP സുബ്രഹ്മണ്യൻ ഇവർ ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട് അവരുടെ നിലപാട്. അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം, മറ്റാരെയും പരിഗണിക്കാൻ പാടില്ല. അത് തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് അവർ നൽകുന്നത്. ഏതായാലും ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ദേശീയ നേതാക്കൾ തന്നെ സംസ്ഥാനത്തെത്തി പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ഒറ്റ കാരണത്താൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നടക്കേണ്ട സർക്കാരിനെതിരെയുള്ള പല സമരങ്ങളും നടത്താൻ സാധിക്കുന്നില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പറയുന്നത് എത്രയും പെട്ടെന്ന് സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കണമെന്നാണ്. ഏതാണ്ട് 1.5 മാസക്കാലത്തിലേക്ക് കടക്കുന്നു. സംഘടന പൂർണ്ണമായും ദുർബലമാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട റോൾ യൂത്ത് കോൺഗ്രസിനുണ്ട്. പിന്നീട് സർക്കാരിനെതിരെ നിരവധി സമരങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതൊന്നും നടത്താൻ കൃത്യമായി സാധിക്കുന്നില്ല. സംസ്ഥാന കമ്മിറ്റിക്ക് ഏകോപനമില്ല എന്നടക്കമുള്ള പരാതികളുണ്ട്. അതിനിടയിലാണ് തിരക്കിട്ട ബിനു ചുള്ളിയിലെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കാനുള്ള ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് ശക്തമായ നിലപാടെടുത്ത പരസ്യ പ്രതികരണത്തിലേക്ക് എത്തുന്നത്. വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാലാണ്.